ഹലോ ഹായ് നമസ്കാരം. എൻ്റെ പേര് സുമിത് ഗുലാട്ടി. ഞാനൊരു ആക്ടറാണ്. ഇപ്പോൾ ഞാൻ യൂജനിക്സ് ഹെയർ സയൻസിലാണുള്ളത്. മുമ്പാണെങ്കിൽ പല ആൾക്കാരും പറയാൻ തുടങ്ങി, തനിക്കിതെന്ത് പറ്റി, തന്റെ മുടി കുറയുന്നെന്ന്. എന്തോ സംഭവിച്ചിരുന്നു. പക്ഷെ ഞാൻ അത്രയ്ക്ക് അതിന്റെ പ്രഭാവം ഒരേ സ്റ്റൈലിങ്ങിലല്ലോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പല സ്റ്റൈലിങ്ങിൽ ചെയ്യുമ്പോൾ പ്രോബ്ലം വരുമായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു, ബുദ്ധിമുട്ടുകൾ വന്നു. പല ആംഗിളിൽ നിന്ന് കാണാൻ ശരിയല്ലായിരുന്നു. പക്ഷേ ജോലി ചെയ്യണമല്ലോ. അപ്പോഴതുവരെ ഇത് അതിന്റെ സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കട്ടെ. പല കഥാപാത്രങ്ങളിൽ പ്രായത്തിനനുസരിച്ച് എനിക്ക് ഇത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകരുത്, ബുദ്ധിമുട്ടോ മറ്റോ. കഥാപാത്രത്തിന്റെ വയസ്സ് പിന്നോട്ട് പോകരുത്, മുന്നോട്ടും പോകരുത്. എനിക്ക് സഡൻലി എന്റെ പ്രായത്തിനേക്കാൾ കൂടിയ പ്രായത്തിലുള്ള വേഷങ്ങൾ എനിക്ക് തരാൻ തുടങ്ങി. അതിന്റെ കാരണം ഹെയർ സ്റ്റൈലായിരുന്നു. സുമിത് സർ, പറയൂ. നിങ്ങളുടെ നീണ്ട പ്രൊസീജിയർ ഇന്ന് തീരുന്നു. ഒട്ടും എടുത്തു കാണിക്കാത്ത വിധം വളരെ സ്വാഭാവികമായിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണെന്ന് ആരും തിരിച്ചറിഞ്ഞുകൂടാ. വളരെ നാച്ചുറലായി തോന്നണം. സ്വാഭാവികമായും ബാക്കിയുള്ള മുടികളോടൊപ്പം യോജിച്ചു പോകണം. നമ്മൾ വളരെ സൂക്ഷിച്ചാണ് അത് ചെയ്തത്. ഹെയർലൈൻ നമ്മൾ ഒട്ടും താഴ്ത്തിയില്ല. ചെന്നിയുടെ ഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്തില്ല. കാരണം നിങ്ങളുടെ മുഖത്തിന് അത് ആവശ്യമായി തോന്നിയില്ല. ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഒരു ചെറിയ ഭാഗത്ത് ട്രാൻസ്പ്ലാന്റ് മൂലമുള്ള ഷോക്ക് ലോസ് ഉണ്ടായേക്കാം. അതെ, ഷോക്ക് ലോസ് തടയാൻ നിങ്ങൾ നല്ല ഡയറ്റ് പിന്തുടരാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കലോ ചൂടോ നിങ്ങളുടെ തലയിൽ ഏശാതെ നോക്കണം. PRP ചെയ്യാം, ഉടനെയല്ല, കുറച്ചു നാളിന് ശേഷം. PRP ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്തല്ല, ചെയ്യാത്ത ഭാഗത്ത് തുടങ്ങാം. ഓക്കെ, സോ അതാണ് എന്റെ ഉപദേശം. ഇതിന്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ വളരെ സംതൃപ്തനായിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ഗ്രാഫ്റ്റിന്റെ ക്വാളിറ്റി വളരെ നല്ലതാണ്. പ്രൊസീജിയർ വളരെ നന്നായി കഴിഞ്ഞു. അധികം ബ്ലീഡിംഗ് ഉണ്ടായില്ല. നിങ്ങൾ നന്നായി സഹകരിക്കുകയും ചെയ്തു. താങ്ക് യു സോ മച്ച്. പിന്നെ വളരെ നന്ദി നിങ്ങളുടെ എല്ലാ ടീമിനും, പ്രത്യേകിച്ച് എന്റെ നോൺ ടീം. അതിൽ ഉള്ള ടൈം കൂടുതലാകും. ഡോക്ടേഴ്സിനും ടീമിനും വളരെയധികം സമയമെടുക്കും. അപ്പോഴതിൽ നിങ്ങളുടെ ടൈം വളരെ നന്നായി തന്നെ തന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും അങ്ങ് നോക്കി ഇവിടെ ഒരു തവണ ഇവിടെയും ചെയ്യണമെന്ന്. അതിനുശേഷം അങ്ങ് പറഞ്ഞു സൂപ്പർ എന്ന്. എനിക്ക് വളരെ നന്നായി തോന്നി. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നന്ദി.